ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമേറിയ നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സായം സത്യപ്പെടുത്തിക്കുന്നതായ ഈ സമയത്ത് ദൈവമായിരിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ ദൈവവചനവുമായി ഒരിക്കൽ കൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ സ്വർഗീയ ദൈവം അവിടുന്ന് സഹായിച്ച അവിടുത്തെ മാറ്റമില്ലാത്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവവചന ശുശ്രൂഷയ്ക്കായി ഒരു വേദവാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 11-ാമത് വാക്യം വായിക്കുന്നു. അവൻ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വിരുന്നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവൻ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു എന്ന് ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ കാണുന്നു. ഹല്ലേലൂയ. ആരാണ് ആ വ്യക്തി? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ഭക്തനായിരിക്കുന്ന ആമേൻ ഇസ്ഹാക്കിന്റെ മകൻ യാക്കോബാണ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ യാക്കോബ് ദൈവത്തിന് തന്റെ പിതാവിൽ നിന്നുമുള്ള ആമേൻ പ്രൈസ് ദി ലോർഡ് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് വരുന്ന ആ വഴിയിൽ, അതായത് ദൈവത്തിന് സ്തോത്രം, തനിക്ക് ലഭിക്കപ്പെടേണ്ടതായ അർഹതപ്പെട്ടതായ ഒരനുഗ്രഹമല്ല അപ്പനിൽ നിന്ന് ലഭിച്ചത്. തൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ഏശാവിന് കൊടുക്കേണ്ടതായ അനുഗ്രഹങ്ങൾ താൻ ചില തന്ത്രങ്ങൾ ഉപയോഗിച്ച് അപ്പന് കണ്ണിന് കാഴ്ച ഇല്ലാത്തത് കൊണ്ട്, പക്ഷെ അപ്പന് കണ്ണിന് കാഴ്ചയില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഭാഷ തിരിച്ചറിയാം. ഹല്ലേലൂയ. തന്റെ ശരീരത്തെ തൊട്ടൊപ്പം ശരീരത്തിന്റെ വ്യത്യാസവും അപ്പൻ മനസ്സിലാക്കിയതാണ്. എന്നാൽ യാക്കോബ് ആമേൻ ഹല്ലേലൂയ ഭവനത്തിലായിരിക്കുമ്പോൾ ഏശാവ് അപ്പനെ ഹല്ലേലൂയ പരിപോഷിപ്പിക്കാൻ വേണ്ടി വേട്ടയിറച്ചി തേടി വനത്തിലേക്ക് പോയി വേട്ടമൃഗത്തെ വേട്ടയാടി കൊണ്ടുവരുമ്പോൾ, ഹല്ലേലൂയ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടുവരുമ്പോൾ ഇതാ യാക്കോബ് അപ്പൻ നിന്നും ആമേൻ മേടിക്കേണ്ടതായ അനുഗ്രഹങ്ങൾ വാങ്ങിച്ചതിന് ശേഷം താൻ അങ്ങനെ വീട്ടിൽ പിന്നെ താമസിക്കുവാൻ കഴിയാത്ത പ്രതിസന്ധി ഉണ്ടായി. കാരണം അനുഗ്രഹം കൊടുത്ത അപ്പനെതിരായി ആമേൻ പറഞ്ഞു കൊടുത്ത അമ്മയും എതിരായി മാറി. എന്നിട്ട് പറഞ്ഞു, നീ ഇനി ഈ വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ രണ്ടുപേരും എനിക്ക് നഷ്ടമായി തീരാൻ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മകനെ, ഞാൻ നിന്നോട് പറയുകയാണ്, എൻ്റെ സഹോദരന്റെ ഭവനത്തിലേക്ക് നീ വേഗം കടന്നുപോക്കോ എന്ന് പറഞ്ഞു. ഒരിക്കൽ പോലും താൻ ഈ ഭവനത്തിലേക്ക് പോയിട്ടില്ല, ലാബാൻ പാർക്കുന്ന ദേശത്ത് പോയിട്ടില്ല, ലാബാനുമായിട്ട് യാതൊരു സംസർഗവും പുലർത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ലാബാന്റെ ഭവനത്തിലേക്ക് എത്തിച്ചേരുന്നത്? എങ്ങോട്ട് പോകണമെന്നറിയാതെ താൻ ഈ യാത്ര മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആമേൻ ബെർശേബയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ബെർശേബയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അഥവാ ഹാരാനിൽ പോയി അവൻ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. ഹാരാനിൽ ഒരു സ്ഥലത്തെത്തിയപ്പോ സൂര്യൻ അസ്തമിച്ചു. ഇനി മുൻപോട്ട് പോകാൻ യാതൊരു നിർവാഹവുമില്ല. കാരണം സൂര്യൻ അസ്തമിച്ചു, ഇരുട്ടായി, മുഴുവൻ രാത്രിയായി മാറിയിരിക്കുകയാ. ഒന്നും കാണുവാനായിട്ട് കഴിയുന്നില്ല. തനിക്ക് ഹല്ലേലൂയ ഭയമുണ്ട്, ഭീതിയുണ്ട്, വിറയലുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള മനസ്സിന്റെ വലിയതായിരിക്കുന്നതായ വേദനയുണ്ട്. അങ്ങനെ മരണം പോലും തന്നെ അഭിമുഖീകരിക്കുന്ന ഒരു മേഖലയ്ക്കകത്താണ് ഇപ്പോ യാക്കോബ് അവിടെ ആയിരിക്കുന്നത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. യാക്കോബിനെ പോലെ ഭാരങ്ങളുള്ള, പ്രയാസമുള്ള, ഒരുപക്ഷെങ്കിൽ വീട് എതിരായി തീരാം, മാതാപിതാക്കന്മാർ എതിരായി തീരാം, സഹോദരങ്ങൾ എതിരായി തീരാം, നമ്മുടെ ബന്ധുമിത്രാദികൾ നമുക്ക് എതിരായി വന്നിരിക്കാം. പക്ഷെങ്കിൽ അവിടുന്നൊക്കെയും ഓരോ നിമിഷങ്ങൾ മരണം മുന്നേ കണ്ടുകൊണ്ട് ആത്മഹത്യത്തിലേക്ക് പോലും പോകുന്നതായിരിക്കുന്നതായ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നു പെട്ടെന്നിരിക്കാം. എന്നാൽ അതിനപ്പുറമായി ഒരു ജീവിതമുണ്ട് എന്ന് ആമേൻ ഹല്ലേലൂയ
ഹല്ലേലൂയ, യാക്കോബിന്റെ നിദ്രയിൽ സ്വർഗം തുറക്കും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇന്ന്. ഹല്ലേലൂയ, യാക്കോബിന്റെ നിദ്രയിൽ സ്വർഗം തുറക്കുകയാ. എങ്ങനെയാണ് സ്വർഗം തുറക്കുന്നത്? ആമേൻ, യാക്കോബിന് തലയണിയായ ഒരു കല്ലെടുത്ത് വെച്ച് കിടന്ന താൻ ഉറങ്ങുമ്പോൾ ആമേൻ ഹല്ലേലൂയ, സ്വർഗത്തിൽ ഭൂമിയിലോളം സ്വർഗത്തിൽ നിന്നും ഭൂമിയോളം എത്തുന്ന ഒരു ഗോവേണി, ഭൂമിയിൽ നിന്നും സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി. ആ ഗോവേണിൽ കൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ആ മഹാ കാഴ്ച താനിങ്ങനെ കാണുകയാ. ആ കാഴ്ച കാണുമ്പോൾ താനിങ്ങനെ പറയുക, ഇത് ദൈവത്തിന്റെ സേന തന്നെ. ഇത് ദൈവത്തിന്റെ സേന തന്നെ. ഇവിടെ ദൈവമുണ്ടെന്നോ ഞാൻ അറിഞ്ഞില്ല. കാരണം ദൈവ പൈതലേ, നീ എവിടെ പാർക്കുന്നോ, നീ എവിടെ ഹല്ലേലൂയ വിശ്രമിക്കുന്നോ, അവിടെ നാം അറിയാതെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ പിന്തുടരുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ താൻ ആ ദർശനം കണ്ടുകൊണ്ട് കിടക്കുമ്പോൾ അവിടുന്ന് ഒരു അശരീരിയായിരിക്കുന്ന ഒരു ശബ്ദം അവർ കേൾക്കുവാനായിട്ട് യാക്കോബിന് കഴിയുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്താണ് ആ ശബ്ദം? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് മീതെ യഹോവ നിന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹോവ നിന്ന യാക്കോബിനോട് പറയാണ്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെയും ആമേൻ ഹല്ലേലൂയ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവുമായ യഹോവയാകും. ആമേൻ ഹല്ലേലൂയ. ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും നിന്റെ പിതാവായ ആമേൻ ഇസ്ഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ജ്യേഷ്ഠന്റെ അവകാശമാ, ജ്യേഷ്ഠന്റെ അനുഗ്രഹമാ ഇദ്ദേഹം കൊണ്ടുവന്ന് പ്രാപിച്ചു വന്നിരിക്കുന്നു എങ്കിൽ പോലും ആമേൻ ഹല്ലേലൂയ, ദൈവം ആരുടെ കൂടെ ഉണ്ടായിരുന്നു? യാക്കോബിനോട് കൂടെ ഉണ്ടായിരുന്നു. എന്താണ് യാക്കോബിന് കൂടെ ദൈവം ഇരിക്കുവാൻ കാരണമായത്? കാരണം യാക്കോബ് സ്വയമായി എടുത്ത ഒരു തീരുമാനമല്ല. അപ്പനെ ഏതെങ്കിലും തരത്തിൽ കൗളിപ്പിച്ചിട്ട് അല്ലെങ്കിൽ അപ്പനെ കൽപ്പിച്ചിട്ട് അനുഗ്രഹം മേടിക്കണമെന്നുള്ളത് യാക്കോബ് തീരുമാനിച്ചതല്ല. പിന്നെയോ ആമേൻ തന്റെ മാതാവായിരിക്കുന്ന റിബേക്ക പറഞ്ഞു, ആമേൻ ഹല്ലേലൂയ, മകനെ, നിന്നെ പിതാവ് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നീ ഇങ്ങനെ തന്നെ ചെയ്തേ മതിയാകും, അല്ലെങ്കിൽ നിനക്കൊരു അനുഗ്രഹവും കിട്ടത്തില്ലെന്ന് ആർക്കറിയാം.